റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VS-നെ എത്തിച്ചിരിക്കുകയാണ്. VS-നെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലിനോട് ചേർന്ന് മറ്റൊരു കടലാകുന്ന മനുഷ്യരെയും നമ്മൾ കാണുന്നു. അത്രയധികം ആളുകളാണ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നേരത്തെ വീട്ടിലും DC-യിലും കാണാൻ സാധിക്കാത്ത മനുഷ്യരാണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം ആളുകൾ ഇനിയും കാണാനുണ്ടെന്നുള്ളതാണ്. അവിടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും അവസാനമായി VS-നെ കാണാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേരളം മുഴുവൻ അങ്ങോട്ട് ചുരുങ്ങിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള മനുഷ്യർ അവിടെ എത്തിയിരിക്കുന്നു VS-നെ യാത്രയാക്കാൻ എന്നുള്ളതാണ്. സെയ്ഫ് ലാബിയും ചേരുന്നുണ്ട്. സെയ്ഫ്, അങ്ങോട്ട് VS-നെ എത്തിച്ചിരിക്കുന്നു. എല്ലാവരും കൂടി യാത്രയാക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സമയമുണ്ടാകും അവിടെ? ഇതുവരെ തീരുമാനിച്ച രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം അത് വൈകുന്നേരം 5 മണിയോടുകൂടി സംസ്കാരം നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ വിചാരിച്ചതിന് മുകളിലേക്ക് ജനങ്ങളുടെ തിരക്ക് നമുക്ക് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ DC-യിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച DC-യുടെ ഗേറ്റ് ഒരു ഘട്ടത്തിൽ അടക്കേണ്ടി വന്നു. കാരണം അത്രയും വലിയ ജനത്തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മണിക്കൂറുകളോളം ആ പൊതുദർശനം നീണ്ടുപോകും എന്ന് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലായ പശ്ചാത്തലത്തിലാണ് അവർ അവിടെ നിന്ന് ആ ഗേറ്റടച്ചതിന് ശേഷം മൃതദേഹ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് നിൽക്കുന്ന ആൾക്കാർ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വരണം VS-നെ കാണാൻ എന്ന അനൗൺസ്മെന്റ് പോലും അവിടെ നടത്തേണ്ടി വന്നു. ഇപ്പോ നമ്മളവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ ഒരു പരിച്ഛേദം മുഴുവൻ അവിടെ ഉണ്ട്. ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കന്മാരും അവിടെ തന്നെയുണ്ട്. മന്ത്രിമാർ ഒന്നാകെ അവിടെ തന്നെയുണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, സംസ്ഥാന പോലീസ് മേധാവി ഉണ്ട്, കലാസാഹിത്യ മേഖലകളിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ഒരു പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ DC ഓഫീസിൽ വന്നിരുന്നു. അങ്ങനെ കേരളത്തിന്റെ ഒരു പരിച്ഛേദം മുഴുവൻ VS അച്യുതാനന്ദന് അന്തിമ ഉപചാരം അർപ്പിക്കാനും അന്ത്യാഭിവാദനം നൽകാനും വേണ്ടി ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇതിപ്പോ എത്തിച്ചിട്ടേ ഉള്ളൂ, 6:15. വേഗത്തിൽ തന്നെ അവിടെ നിന്ന് വലിയ ചൂടുകാടിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം സാധ്യമാകും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. കാരണം വിവിധ ജില്ലകളിൽ നിന്ന് വന്നുള്ള ആൾക്കാരാണ് VS-നെ അവസാനമായി കാണാൻ വേണ്ടി ഈ ക്യൂലും മറ്റും മണിക്കൂറുകളോളം നിന്നത്. അവരെ കാണിക്കാതെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രാത്രിയാകും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും വലിയ ജനത്തിരക്ക് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇന്നിപ്പോ നമ്മൾ ആലപ്പുഴയിൽ മാത്രം കണ്ട കാഴ്ചയായിട്ട് അതിനെ ചുരുക്കാനും കഴിയില്ല. അത് തിരുവനന്തപുരത്തെ എല്ലായിടത്തും ഇപ്പോ HUTU ആശുപത്രിയിലായാലും പിന്നീട് AKG സെന്ററിലായാലും പിന്നീട് VS-ന്റെ വേലിക്കകത്ത് വീട്ടിലായാലും അതിനുശേഷം ദർബാർ ഹാളിലായാലും പിന്നീട് VS-നെ കാണാൻ വേണ്ടി റോഡിൽ കാത്തിരുന്ന മനുഷ്യരുടെ ആൾക്കാർ കൂടി നിന്നതായാലും എല്ലാ മേഖലകളിലും പാർട്ടി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അത്രയും വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാതെ ജനം കാത്തിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനകത്ത് പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു VS-നെ കാണാൻ വേണ്ടി. ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. വയസ്സായ 70 വയസ്സുള്ളവരുണ്ട്, 80 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, 25 വയസ്സുള്ളവരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും VS-നെ കാണാൻ വേണ്ടി വരുന്നൊരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇപ്പോ കുറച്ചു മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഞാൻ വായിക്കുകയായിരുന്നു. കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ വീട്ടിൽ ഇന്നലെ അവർ ഇരട്ടക്കുട്ടികളാണ്. ചേച്ചിയുടെ മക്കള് ഇരട്ടക്കുട്ടികളാണ്. അവര് രാത്രി 2:30 മണിക്ക് തട്ടാമല ജംഗ്ഷനിൽ പോയി VS-നെ കണ്ടു. അന്നേരം അച്ഛൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ഇതാണ്, VS-നെ കാണാൻ വേണ്ടി ഞങ്ങളെ വിളിക്കാതെ പോയാൽ വീട്ടിലേക്ക് തിരികെ വരണ്ട എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ അങ്ങനെ 2:30 മണിക്ക് കൊണ്ടുപോയി. ഇല്ല ഉറങ്ങില്ല എന്ന മുദ്രാവാക്യമൊക്കെ അവർ വീട്ടിൽ വിളിച്ചു എന്നൊരു സുഹൃത്ത് ഒരു മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രായഭേദമന്യേ VS-നെ കാണാൻ വേണ്ടിയുള്ള ഒരു ജനകൂട്ടം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. എന്തായാലും രാത്രിയാകും സംസ്കാര ചടങ്ങുകൾ നടക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല തന്നെ.
അതാണ് ഇനിയും വൈകും. നമ്മളൊരു 9 മണി എങ്കിലും നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ 9 മണി എന്ന് പറയാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം ആ സമയവും കഴിയുമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരെയും കാണിക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം എല്ലാവരെയും നേരത്തെയുള്ള പൊതുദർശനങ്ങൾ പോലെ എല്ലാവരെയും അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്ന രീതിയല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ എല്ലാവരും അങ്ങോട്ട് വന്ന് കാണുന്നത് പോലെയാണ്, പാസ് ചെയ്ത് പോകുന്നത് പോലെയാണ് എന്നൊക്കെയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയും വൈകാനുള്ള സാധ്യതയാണ്. ഉണ്ടാക്കുക. കാരണം VS-നെ കാണാൻ വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന മനുഷ്യരാണ്. അവർക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് പല ആൾക്കാരും വന്നത്. രാവിലെ സംസാരിക്കുമ്പോൾ കാസർഗോഡ് നീലേശ്വരം അകത്തുള്ളവർ മാത്രമേ നീതിയുള്ളവർ മാത്രം മറ്റുള്ളവർക്കെല്ലാം പിന്നീട് അവസരമാണ് ഇവിടെ വന്ന് എഴുത്ത് സമർപ്പിച്ച് ഈ കിഴക്കോട്ടിറങ്ങി നേരെ പുറത്തോട്ട് പോകാവുന്നതാണ്. ഇതിനുള്ള വഴി ഇവിടെ ഒരുക്കപ്പെടണം. എഴുത്ത് സമർപ്പിക്കുവാനുള്ളവർക്കെല്ലാം എഴുത്ത് സമർപ്പിക്കാം. വോളണ്ടിയേഴ്സ് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. എഴുത്ത് സമർപ്പിക്കുന്നതിനുള്ളത് എഴുത്ത് സമർപ്പിക്കാം. എഴുത്ത് സമർപ്പിച്ചിട്ട് നേരെ വടക്കോട്ട് നീങ്ങി പുറത്തേക്കുള്ള വഴിയിലൂടെ പോകാവുന്നതാണ്. അവിടെ വഴി ഒന്ന് അടയ്ക്കാതെ എല്ലാവരും കൂടെ മാറിക്കൊടുക്കണം. ഇവിടെ എഴുത്ത് സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അന്ത്യാഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നതിനുള്ള വഴി ഒരുക്കി കൊടുക്കണം. ആ വഴി ആരും തടസ്സപ്പെടുത്തുന്നത് അഭ്യർത്ഥിക്കാം. ഇവിടെ എഴുത്ത് സമർപ്പിക്കുവാൻ എത്തിയിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എഴുത്ത് സമർപ്പിക്കുവാനുള്ള അവസരമാണ്. എഴുത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞ് പുറത്തേക്കുള്ള വഴിയിലൂടെ പോകാവുന്നതാണ്. ആ വഴി അവിടെ തടസ്സമുണ്ടാക്കുന്നതോട് അഭ്യർത്ഥിക്കാം. വഴി തടസ്സമുണ്ടാകാത്തവരെ എല്ലാവരും മാറി നിൽക്കണം. ഈ വഴി വളരെ നമ്മുടെ നിർമ്മാണങ്ങൾ വഴി എന്ന് തെളിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഉള്ളവർ വരരുത്. ഇവിടെ മാത്രം ഇരിക്കുന്നവർക്കാണ് സമർപ്പണം. ഓരോരുത്തരായി റീത്ത് സമർപ്പിക്കുന്നു. റീത്ത് സമർപ്പിക്കൽ കഴിഞ്ഞ് നീങ്ങുന്ന നേതാക്കളെയും മറ്റുദ്യോഗസ്ഥരെയും വിവിധ മേഖലയിലെ മനുഷ്യരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് നിലവിൽ എത്താൻ സാധിക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ ഉള്ളവർ മാത്രമാണ് വരുന്നത് അല്ലേ? അവർക്ക് റീത്ത് സമർപ്പിക്കാനുള്ള സമയം മാത്രമായിരിക്കും അവിടെ VS ഉണ്ടാവുക എന്നാണോ? ധന്യ നേരത്തെ തന്നെ തീരുമാനിച്ചതനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ ഒരു ക്രമീകരണമാണ് ഇവിടെ ഇതിന്റെ സംഘാടകർ ജില്ലാ ഭരണകൂടവും ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. PS അച്യുതാനന്ദന്റെ ഭൗതികദേഹം ഈ പന്തലിലേക്ക് എത്തിയതിനു ശേഷം ആദ്യം പോലീസ് സേന ആ ഭൗതികദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക പുതപ്പിക്കുകയും അതിനുശേഷം PS അച്യുതാനന്ദന് സംസ്ഥാന ബഹുമതി നൽകി ആദരമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം രാഷ്ട്രീയ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും റീത്ത് സമർപ്പിക്കാനുള്ള അവസരമാണ്. കാരണം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുണ്ട്. MP-മാർ, MLA-മാർ, മന്ത്രിമാർ അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് ഓരോരുത്തർക്കായി റീത്ത് സമർപ്പിച്ച് വേഗത്തിൽ മടങ്ങാനുള്ള ഒരവസരമാണ്. അവർ റീത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ ഓരോരുത്തരെയായി 4 വരികളായി അകത്തേക്ക് കയറ്റിവിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റീത്ത് സമർപ്പണം വേഗത്തിൽ പൂർത്തിയാക്കി അവർ മടങ്ങിയാൽ പൊതുജനങ്ങൾക്ക് ഓരോരുത്തർക്ക് കയറാം. കാരണം കൃത്യമായ ആസൂത്രണം നടത്തിയെങ്കിൽ മാത്രമേ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ നേതാക്കന്മാർ, ഉദ്യോഗസ്ഥർ അവർ റീത്ത് സമർപ്പിച്ച് PS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം തരും. അതിനുശേഷം സാധാരണക്കാരായ ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർ കണ്ടമിടറി മുദ്രാവാക്യം വിളിച്ചാണ് VS-നെ ഇങ്ങോട്ട്
സ്വീകരിച്ചത്. ഇപ്പോഴും അവർ മുദ്രാവാക്യം വിളി തുടരുന്നുണ്ട്. CPM നേതാക്കൾ ഒക്കെ തന്നെയും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട നേതാക്കന്മാരും ജനപ്രതിനിധികളുമായ ആളുകൾക്കാണ് ഇപ്പോൾ അവസരം കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S രാമേന്ദ്രപിള്ള, CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ, MLA-മാർ, MP-മാർ അടക്കമുള്ള LDF നേതാക്കന്മാർ അവരവരുടെ ഇരിപ്പിടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരും ജനപ്രതിനിധികളുമായ ആളുകൾ അവർക്കാണ് ഇപ്പോൾ റീത്ത് സമർപ്പിക്കാൻ അവസരം. അതിനുശേഷം പൊതുജനങ്ങൾക്കായി അവസരമുണ്ടാകും. അതിനുശേഷം ഈ നേതാക്കന്മാർ എല്ലാം തന്നെ ഇവിടെ നിന്നും ചുടുകാട്ടിലേക്ക് പോകും. അതിനുശേഷം VS അച്യുതാനന്ദനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ അവസാന യാത്ര, VS അച്യുതാനന്ദനെ യാത്രയാക്കാനുള്ള അവസാന യാത്ര ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെടും. ഇപ്പോൾ ഇവിടെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയാണ് പൊതുജനങ്ങൾ സഹകരിക്കണം എന്ന തരത്തിൽ. PP ചിത്തരഞ്ജന്റെയും സജി ചെറിയാന്റെയും നേതൃത്വത്തിലാണ് എല്ലാ ക്രമീകരണങ്ങളും പുരോഗമിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടം ഇപ്പോൾ ഈ പന്തലിനകത്തുണ്ട്. അവരെല്ലാവരും കണ്ടുമടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ്. ഇപ്പോൾ പൊതുജനങ്ങളും കൂടി കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ അത് എത്രമാത്രം വിജയിക്കുമെന്നത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. കാരണം ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടെ VS അച്യുതാനന്ദനെ കണ്ടുമടങ്ങാൻ മാത്രമായി തന്നെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും കാണിക്കണം എന്നതും ഈ സംഘാടകരുടെ ആഗ്രഹമാണ്. അവർ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ട്. ഇപ്പോഴും നേതാക്കന്മാരുടെ സമർപ്പിക്കലും ആദരമർപ്പിക്കലുമാണ് നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട നിരവധി നേതാക്കന്മാരാണ് ഇവിടെയുള്ളത്. അല്പസമയത്തിനകം അവരുടെ റീത്ത് സമർപ്പണം കഴിയും. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ കൂടി ഇപ്പോൾ കയറ്റുന്നുണ്ട്. അവർക്ക് കൂടി ഈ പൊതുദർശനത്തിൽ ഇപ്പോൾ തന്നെ അവസരം ഒരുക്കിക്കൊണ്ടാണ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നത്. കാണുന്നവർ മടങ്ങി പുറത്തേക്ക് മറ്റൊരു വഴിയിലേക്ക് പോകുന്നതിനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവിടെ കണ്ടുമടങ്ങുന്നവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ജനങ്ങൾ, അതായത് ഈ വലിയൊരു പന്തലാണ്. ആ പന്തലിനകത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. കസേര മാത്രം 2000 കസേര പൊതുജനങ്ങൾക്കായി ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഈ പന്തലിന് പുറത്ത് നൂറുകണക്കിന് ആളുകളുണ്ട്. അവരടക്കം എല്ലാവർക്കും കണ്ടുമടങ്ങാനുള്ള വലിയ ഒരവസരം ഉണ്ട് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അവസാന ആളെയും കാണിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്നും VS അച്യുതാനന്ദനെ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഇവരെല്ലാം തന്നെ ഇപ്പോൾ റീത്ത് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഇവരോടൊപ്പം തന്നെ ഈ പൊതുദർശനത്തിൽ പങ്കാളികളായി മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്നാൽ പോലും എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 4 വരികൾ. ആ 4 വരികളിലൂടെ കടത്തിവിട്ട് അവരെ കാണിക്കാനുള്ള ശ്രമമാണ്. ഈ നേതാക്കന്മാരുടെ റീത്ത് സമർപ്പണവും അതോടൊപ്പമുള്ള ജനങ്ങളുടെ, ആ ക്യൂവിൽ കയറിയുള്ള ജനങ്ങളുടെയും ആദരമർപ്പിക്കൽ കഴിഞ്ഞാൽ ഈ 4 വരിയിലേക്ക് ആളെ കയറ്റും. അതിനുശേഷം ഈ CPM നേതാക്കന്മാർ അവർ ഇവിടെ നിന്നും ചുടുകാട്ടിലേക്ക് പോകും. കാരണം അവർ VS അച്യുതാനന്ദൻ മരണപ്പെട്ട സമയം മുതൽ VS-നോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരാണ്. അവസാനം അദ്ദേഹത്തെ യാത്രയാക്കുന്നതിനും വലിയ ചുടുകാടിൽ അവർ എത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള CPM-ന്റെ LDF-ന്റെ നേതാക്കന്മാരാണ് ഇവിടെയുള്ളത്. മറ്റ് രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെല്ലാം തന്നെ റീത്ത് സമർപ്പിക്കുകയും പുഷ്പചക്രം അർപ്പിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് VS അച്യുതാനന്ദന് അവസാനമായ യാത്രയയപ്പ് നൽകുകയാണ് ധന്യ. സാധാരണ ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും റീത്ത് സമർപ്പിച്ച് നടന്നു നീങ്ങുന്ന നേതാക്കളുണ്ട്, വിവിധ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, VS-നൊപ്പം ജോലി ചെയ്ത മനുഷ്യരുണ്ട്, VS-നൊപ്പം പ്രവർത്തിച്ച മനുഷ്യരുണ്ട്, VS-നൊപ്പം രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന മനുഷ്യരുണ്ട്. അതിനപ്പുറത്തേക്ക് നിരവധി ആളുകൾ, VS-നെ സ്നേഹിക്കുന്ന ആളുകളും കാത്തു നിൽക്കുന്നു അവസാനമായി VS-നെ കാണാൻ. വിജിൻ വായാന്തോടുകൂടി ചേരുന്നു. വിജിൻ,